രാവിലെ തന്നെ അനീഷ് അവിടെ വീട് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണുകയാണ്. ലിവിങ് ഏരിയയിലെ സോഫയിൽ പോയിരിക്കുന്നു. കൺഫഷൻ റൂമിൻ്റെ അടുത്ത് ചെന്നിട്ട് കൺഫഷൻ റൂമിലെ ഡോറിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. സ്റ്റോർ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അതേപോലെ മേക്കപ്പ് റൂമിൽ കയറി ചെന്ന് അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നത് പോലെ ഒന്ന് കണ്ണാടി നോക്കി ഒന്ന് റെഡിയാകുന്നു. ഗാർഡൻ ഏരിയയിൽ പോയി ഒന്ന് കറങ്ങുന്നു. അങ്ങനെ ആ വീട് മൊത്തത്തിൽ ഒന്നും കൂടെ ഇരുന്ന് കാണുകയാണ്. ലിവിങ് ഏരിയയിലെ സോഫയിൽ പോയി ഇരിക്കുമ്പോൾ അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ആ വീടിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന അനീഷേട്ടനായിരിക്കും. പ്രത്യേകിച്ച് അനീഷേട്ടൻ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്പോട്ട്, അതായത് അനീഷ് ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ഏറ്റവും അറ്റത്തായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സോഫയിൽ അനീഷ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് അക്ബർ പറഞ്ഞത്, സോഫയിലിരിക്കുന്ന ആ ഒരു കാര്യമൊക്കെ അനീഷേട്ടൻ വല്ലാതെ മിസ് ചെയ്യും, അനീഷേട്ടനായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നതെന്ന് അക്ബർ പറഞ്ഞു. കാരണം ഓൾറെഡി അനീഷ് അവിടുന്ന് പോകുന്നില്ല, ഞാനിവിടെ സെക്യൂരിറ്റി ആയിട്ടാണല്ലോ ഈ വീട്ടിൽ നിൽക്കുമെന്നൊക്കെ ഓൾറെഡി പറഞ്ഞ ആളാണല്ലോ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും ഒരേപോലെ തന്നെ നിങ്ങൾ മിസ് ചെയ്യും എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇന്ന് ഫൈനൽ 5 എത്താനാകാതെ ഒരാൾ വീട്ടിൽ നിന്നും പുറത്താകുന്നുണ്ട്. ഉടൻ തന്നെ ലൈവിൽ ആ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കുന്നതായിരിക്കും. ആരാണ് പുറത്താകുന്നതെന്ന് ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആര് പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.